അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ ഉണ്ടല്ലോ അല്ലേ, ചൂട് സമയമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ബാവ മെറ്റൽസ് നിന്ന് നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയില്ല അല്ലേ. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ അത് ഇന്ന് കാണിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. അയാൻകുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കൈവച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, തുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ പിച്ചി പൊളിക്കും. അങ്ങനത്തെ സ്വഭാവമാണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര നീറ്റായിട്ട് തുറക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. വേഗം അങ്ങ് വലിച്ചു കയറി തുറക്കും കേട്ടോ. അപ്പം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ, ബിരിയാണി പോട്ട് എൻ്റെ കയ്യിൽ പല സൈസും ഉണ്ട്. പക്ഷേ ഈ സൈസ് ഉണ്ടായിരുന്നത് അത് കേടുവരാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് മേടിക്കണം വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തന്നെ നമുക്ക് ബിരിയാണി പോട്ട് തന്നെ കിട്ടിയിട്ടോ. ഭയങ്കര സന്തോഷമായി. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ പാടന്നെ ഞാൻ കുക്ക് ചെയ്തു കേട്ടോ. അത് എൻ്റെ ഒരു ഇതാണ്. എനിക്കുണ്ടല്ലോ ഒരു സാധനവും എടുത്ത് വയ്ക്കുന്ന പരിപാടിയില്ല. എന്താണോ എപ്പോഴാണോ കിട്ടണത് അപ്പം അങ്ങ് തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നല്ല നെയ്ച്ചോറാണ് കേട്ടോ ഇതിലുണ്ടാക്കിയ. 2 കിലോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റി സുഖമായിട്ട്. എനിക്ക് തോന്നുന്നു 2 കിലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 12 ലിറ്ററാണ്, പ്രസ്റ്റീജിൻ്റെയാണ്. 4000 രൂപ എങ്ങാണ്ടുമാണ് കേട്ടോ. അപ്പം നമ്മൾ ബട്ടറും പിന്നെ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഉസ്താമാർക്ക് നമുക്ക് നോമ്പ് തുറക്കാൻ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ എന്തെങ്കിലും ഒരു സമൂസയോ കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളി ആയ ശേഷം ഒരു 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ എല്ലാവരും ഇടിയപ്പം, പത്തിരി, പൊറോട്ട ഇങ്ങനത്തെ സംഭവങ്ങളല്ലേ കൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ പള്ളിയിൽ എപ്പോഴും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ നെയ്ച്ചോറാണെന്ന് പറഞ്ഞു മോന്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തയക്കണ ഫുഡ് അവർ കഴിക്കാറ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ 2 തക്കാളി 2 പച്ചമുളക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വരട്ടെ. എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടമായി, സത്യമായിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫേർട്ട് ഇതിൽ കുക്ക് ചെയ്യാൻ. എനിക്കറിയില്ല, ഭയങ്കര സുഖം കേട്ടോ കുക്ക് ചെയ്യാൻ. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മൾ അരി അളന്ന് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ ഞാൻ ഏകദേശം 1.25 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ചില സമയത്ത് അങ്ങ് ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.25 ആ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ ഇന്നുണ്ടാക്കിയ ഫുഡുകളിലൊക്കെ ഉപ്പ് കുറവാണ്. നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിച്ചപ്പോഴാണെന്ന് മനസ്സിലായത്. ഉസ്താമാർ ഇനി ഉപ്പ് വെള്ളം കൂട്ടി കഴിച്ചോന്ന് പടച്ചോനറിയാട്ടോ. ഭയങ്കര ഉപ്പ് കുറവായിപ്പോയി. നോമ്പ് സമയമല്ലേ അല്ലേ, അവർക്ക് മനസ്സിലാവാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് കുക്ക് ചെയ്യാൻ. ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഈ പാത്രം എന്തായാലും. അപ്പം ഞാനിതാ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കി ഒന്ന് പ്രസ് ചെയ്ത് അപ്പുറത്തെ സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് ദമ്മും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റ്. അപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്ക് പറ്റിയൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, എന്നാലും കാണിക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, അതുപോലെ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയുള്ളി, 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് വേഗം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ പെട്ടെന്ന് കറിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഏകദേശം 2 സ്പൂണ്, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, 1 സ്പൂണ് ചിക്കൻ മസാല, 2 ക്യൂബ് മാഗിയുടെ കേട്ടോ, പിന്നെ കുറച്ച് കസൂരി മെത്തി. ഇനി നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്ത ശേഷം ഒരു ബൗൾ നിറയെ ഞാൻ അധികം പുളിയില്ലാത്ത കട്ട തൈരങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബൗളിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി, 1 ബൗൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഏകദേശം 1 കിലോ
നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് ചിക്കനിലൊക്കെ നല്ലപോലെ മസാല ഇങ്ങ് പിടിപ്പിച്ച് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു 10-15 ക്യാഷ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ലാസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അരച്ചിട്ട്. അപ്പോൾ ഞാൻ ക്യാഷും കൂടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കനൊന്ന് വേവണ്ടേ, അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മളിവിടെ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കമൻസ് ഉണ്ട്, സ്റ്റീൽ കടായി ആയതുകൊണ്ടാണ് അടി പിടിച്ചത്. അതെ. പിന്നെന്താ കല്ലുമ്മക്കായ ഉന്നക്കായ അല്ലേ? കല്ലുമ്മക്കായ ഉന്നക്കായ നോമ്പ് തുറക്കാൻ. എനിക്ക് ഉന്നക്കായ ഇഷ്ടമാണ്, കല്ലുമ്മക്കായ എനിക്കിഷ്ടമല്ല. എനിക്കറിയില്ല, എനിക്കത് കഴിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ജിനി വീഡിയോ അടിപൊളിയാണ്, നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ മുത്തേ. അപ്പോൾ ഇതാ തിളച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളിതാ അരച്ച് വെച്ച നമ്മുടെ കാഷ്യൂ പീസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി എടുത്ത ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലൊന്നും കുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സാലഡാണ്, നമ്മുടെ അനാറൊക്കെ ഇട്ടിട്ടുള്ള സാലഡാണ്. എനിക്ക് പൊതുവേ അനാറിട്ട സാലഡാണ് ഇപ്പം ഭയങ്കര ഇഷ്ടം. അതിലോട്ട് എനിക്ക് നല്ല എരിവും വേണം കേട്ടോ. അനാറിൻ്റെ മധുരവും എരിവും തൈരിൻ്റെ പുളിയൊക്കെ ചേരുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെ ജിനിത്ത് അത്താഴം കഴിക്കാറില്ല. ഞാൻ അത്താഴത്തിന് ചോറ് കഴിക്കാറില്ല, ഞാൻ ഷേക്ക് കുടിക്കുന്നത്. അതേപോലെ ചോറ് കഴിക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. ഒരുപാട് വർഷമായി ഞാൻ ചോറ് കഴിക്കാറേ ഇല്ല, ഒരു 3-4 വർഷമായിട്ടോ. ഷേക്ക് കുടിക്കും, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈത്തപ്പഴം കഴിക്കും രാവിലെ, അങ്ങനെ കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇന്ന് സമൂസയ്ക്ക് പറ്റിയൊരു അടിപൊളി ഫില്ലിങ്ങാണ്. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബോൺലെസ് പീസ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 വലിയുള്ളി സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നായ ശേഷം ഞാൻ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നന്നായി കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് ആണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക ചെയ്ത് കേട്ടോ. ഇനി രണ്ടും ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ടൊരു 3 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗും ഒന്ന് സ്ക്രാമ്പിൾ ആക്കി എടുത്തിട്ട് വേണം നമുക്കിനി നെക്സ്റ്റ് പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ നമ്മളോട് ഫുഡും കഴിച്ച് ഫ്രൂട്ട്സ് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. വെള്ളം കുടിച്ചിട്ടാണ്, ഞാൻ ഏകദേശം ഒരു 2 ലിറ്ററൊക്കെ വെള്ളം കുടിക്കും, അതായത് കിടക്കണതിന് മുമ്പായിട്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും. അപ്പോൾ പൊടികളായിട്ട് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ പെരി പെരി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പെരി പെരി മസാല അല്ലെങ്കിൽ തന്തൂരി മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ മസാല ഒന്ന് മാറ്റി പിടിക്കണേ, കയ്യിൽ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, ചിക്കൻ മസാലയൊക്കെ ആക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടെ തട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഇതുവരെ ചേർത്തി കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കുക കേട്ടോ ഈ സമയത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഒരു ക്രീമി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസും അതുപോലെ ഗാർലിക് സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഓരോ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറും വരും, നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ ഒരു സംഭവം ചേർത്ത് കൊടുക്കുമ്പോൾ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സമൂസൻ്റെ ഷീറ്റ് പലർക്കും ഇപ്പോഴും ചുറ്റാൻ അറിയില്ല പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിലൊന്നും കൂടെ കാണിക്കാം. പിന്നെ ജിനി, ഞാൻ ഒറ്റപ്പാലത്താണ്, വ്ളോഗ് സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട് മാത്രം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഫുഡ് കൂടി കഴിക്കണം, അല്ലെങ്കിൽ വല്ലാത്ത ടയേർഡാവും. ശരിയാണ്, കറക്റ്റാണ് കേട്ടോ. പിന്നെ കഹാനി ഏതാ ഷോപ്പ് ചോദിക്കുന്നുണ്ട്. കഹാനി ബ്രൈഡൽ റെൻ്റൽ ആണ് കേട്ടോ. റെൻറ്റിന് കൊടുക്കുന്ന ബ്രൈഡലിൻ്റെ ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, ആ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സമൂസയ്ക്ക് ചുറ്റിയെടുക്കാറുള്ളത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങളൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടാവില്ലേ, ഇങ്ങനെ അങ്ങ് ആക്കുക, ടൈറ്റാക്കി എടുക്കുക. എന്നിട്ട് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്കിത് അങ്ങ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ത്രികോണ സമൂസ റെഡി. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബൗളിൽ നിറച്ച് വെക്കുന്നുണ്ട്. തണ്ണിമത്തനും ആപ്പിളോ അതുപോലെ ഗ്രേപ്സ് അങ്ങനത്തെ എല്ലാതും, പിന്നെ അനാറും ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഒരു പാത്രത്തിലോട്ടോ. അപ്പോൾ നമ്മുടെ കഹാനി ഷോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രൈഡൽ റെൻ്റൽ ഷോപ്പാണ്. ഓർണമെൻറ്റ്സും അതുപോലെ കല്യാണ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൊട്ടീക്ക് നമ്മൾ പ്രീമിയം ആണ് കേട്ടോ കൊടുക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ലാത്ത ഡ്രസ്സ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. മാക്സിമം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനൽ വഴി ഇങ്ങനെ വരുന്നതായിരിക്കും, പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നിങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം നോമ്പ് എടുക്കാൻ കഴിയട്ടെ. ക്ഷീണമൊന്നും ഇല്ലാണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട്